മലയാള സിനിമയിലെ ഏറ്റവും മാന്യനായ താരമായി തോന്നിയത് നടൻ ദിലീപിനെയാണെന്ന് പറയുകയാണ് ബിഗ് ബോസ് താരവും സംവിധായകനുമായ അഖിൽ മാരാർ. ദിലീപ് കേസിലെ സത്യം പൊതുസമൂഹം എന്തെങ്കിലും മനസ്സിലാക്കുമെന്നും അഖിൽ മാരാർ അഭിപ്രായപ്പെട്ടു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴും നടിമാർ വെളിപ്പെടുത്തൽ നടത്തിയപ്പോഴും അതിൽ ദിലീപിന്റെ പേരുണ്ടായിരുന്നില്ല എന്ന് അഖിൽ മാരാർ അഭിപ്രായപ്പെടുന്നു. ദിലീപ് ഇല്ലാതായാൽ നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് ആരൊക്കെ കരുതുന്നുവോ അവരൊക്കെയാണ് അദ്ദേഹത്തെ കുടുക്കിയത്. അതിലൊരു പേരല്ല പ്രധാനം. തുടക്കം മുതൽ താൻ പറയുന്ന ഒരു കാര്യമുണ്ട്, പൊതുസമൂഹം കേസിന്റെ ശരികളിലേക്ക് എത്താൻ കുറച്ചുകൂടി വൈകും. ഇപ്പോൾ പലരും ഇല്ലാത്ത നന്മവരം കളിച്ചു നടക്കുന്നുണ്ട്. അതൊക്കെ മാറുമെന്നും ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ അഖിൽ മാരാർ പറയുന്നുണ്ട്. എപ്പോൾ ഈ കേസിന്റെ വിധി വരുന്നോ അതിനുശേഷം പലർക്കും തുറന്നു പറയാൻ ധൈര്യമുണ്ടാകും. നമ്മളൊരു ധാരണയിൽ അങ്ങ് എത്തിച്ചേരുകയാണ്. ഏറ്റവും രസകരമായ ഒരു കാര്യം പറഞ്ഞാൽ, ഇപ്പോഴത്തെ ഹേമ കമ്മീഷൻ വിഷയങ്ങളൊക്കെ വന്നില്ലേ, അപ്പോൾ തനിക്ക് തോന്നിയത് മലയാള സിനിമയിലെ ഏറ്റവും മാന്യൻ ദിലീപേട്ടനാണെന്നാണ്. ഒരാൾ പോലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അദ്ദേഹത്തെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടില്ലെന്നാണ് അഖിൽ മാരാർ പറഞ്ഞത്. ആരും പറഞ്ഞിട്ടില്ല. ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് പോലും പറഞ്ഞിട്ടില്ല. സാധാരണ ഒരാൾ കേസിൽപ്പെട്ടാൽ കൂടുതൽ പേർ ധൈര്യത്തോടെ തുറന്നു പറയാൻ സ്ത്രീകൾ മുന്നോട്ട് വരികയല്ലേ ചെയ്യുക. ദിലീപ് 2017 ജയിലിൽ പോയതിനു ശേഷവും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷവും ഒരു സ്ത്രീയും ദിലീപിനെ കുറിച്ച് മോശം പറഞ്ഞിട്ടുള്ളതായി തങ്ങൾ ആരും കേട്ടിട്ടില്ല എന്നും അഖിൽ മാരാർ ചൂണ്ടിക്കാണിച്ചു. ദിലീപിനെതിരെ ഏതെങ്കിലും സ്ത്രീ മൊഴി കൊടുത്തെന്നാണോ? ഒരിക്കലുമല്ല. നമ്മൾ അടുത്തിടെ കേട്ട പേരുകളെല്ലാം നോക്കൂ. നിവിൻ പോളിക്കെതിരായ കേസ് വ്യാജമാണെന്ന് തെളിഞ്ഞോ? സിദ്ദിഖിക്കെതിരെ വന്നത് നോക്കൂ. ഒരു സ്ത്രീ നേരിട്ട് വന്ന് പറയുകയാണ് ഇന്നയാൾ തന്നെ പീഡിപ്പിച്ചുവെന്ന്. ആ സ്ത്രീ തന്നെ പറയുകയാണ് ഇയാൾ തങ്ങളെ ഉപദ്രവിച്ചുവെന്ന്. ദിലീപിനെതിരെ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ത്രീ മൊഴി കൊടുത്തിട്ടുണ്ടോ എന്നാണ് അഖിൽ മാരാർ ചോദിക്കുന്നത്. നമ്മൾ അതിജീവിത എന്ന് വിളിക്കുന്ന പെൺകുട്ടി പോലും ദിലീപിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. പോലീസിനോടും അവർ പറഞ്ഞിട്ടില്ല. ദിലീപിനെ സംശയമുണ്ടെന്ന് പോലും പറഞ്ഞിട്ടില്ല. ഇവിടെ ഒരു ക്രിമിനലാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിമിനലിനെ നമ്മൾ വിശ്വസിക്കുക എന്ന ക്രൂരമായ കാഴ്ചയാണ് നമ്മൾ കേരളത്തിൽ കണ്ടതെന്നും അഖിൽ മാരാർ ആരോപിക്കുന്നുണ്ട്. സ്ത്രീകൾ നേരിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്ന വിഷയങ്ങളിൽ ഒന്നും ഇതിന്റെ 10% പ്രാധാന്യം പോലും കാണിച്ചിട്ടില്ല. ദിലീപിനെ കടന്നാക്രമിച്ചതിന്റെ 10% നമ്മൾ മറ്റുള്ളവരോട് ചെയ്തിട്ടുള്ളൂ. ഒരുപാട് ആൾക്കാരുടെ പേരുകൾ ഇപ്പോൾ വന്നല്ലോ. ഇതിന്റെയൊക്കെ സത്യം പുറത്തു വരാനുണ്ട്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതോടെ മലയാള സിനിമയിൽ ഒരു പെൺകുട്ടികളും ദിലീപിനെതിരെ പരാതി കൊടുത്തിട്ടില്ല എന്ന ആശ്വാസം അദ്ദേഹത്തിനുണ്ടെന്നും അഖിൽ മാരാർ ചൂണ്ടിക്കാട്ടി. സൂപ്പർ താരങ്ങളുടെ പെൺമക്കൾ സിനിമയിലേക്ക് വരാത്തത് അവർക്ക് വ്യക്തിപരമായി താല്പര്യമില്ലാത്തത് കൊണ്ടാകാമെന്നും അഖിൽ മാരാർ പറഞ്ഞു. സിനിമയിലുള്ളവർ എത്ര പേർ പരസ്പരം വിവാഹം കഴിച്ചു? സിനിമയിൽ നിലനിൽക്കാൻ കഴിയില്ലെന്ന തോന്നലുള്ളത് കൊണ്ടാകാം പലരും വരാത്തത്. അല്ലാതെ അതിന് മറ്റു അർത്ഥങ്ങളുണ്ടെന്ന് തോന്നുന്നില്ല എന്നും അഖിൽ മാരാർ പറയുന്നുണ്ട്. അതേസമയം നടൻ ദിലീപിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് നടൻ അഖിൽ മാരാർക്കുള്ളത്. അതിന് പിന്നിലെ കാരണവും അഖിൽ മാരാർ മുൻപ് വെളിപ്പെടുത്തി. പൊതുജനം ഒന്നടങ്കം അഖിലിനെ കുറ്റപ്പെടുത്താറുള്ളത് ദിലീപ് വിഷയത്തിൽ ദിലീപിനെ പിന്തുണയ്ക്കുന്നതിന്റെ പേരിലാണ്. നടൻ ദിലീപിനെ പിന്തുണച്ചുകൊണ്ട് നിരവധി തവണ അഖിൽ മാരാർ സംസാരിച്ചിട്ടുണ്ട്. താൻ പല കാര്യങ്ങളും കോൺഫിഡന്റ് ആയി സംസാരിക്കുന്നതിന് പിന്നിലെ ധൈര്യം അറിഞ്ഞുകൊണ്ട് ഒരാളെയും ചതിച്ചോ പറ്റിച്ചോ അനധികൃതമായോ ഒന്നും ചെയ്തിട്ടില്ല എന്നതുകൊണ്ടാണെന്നും, അല്ലാതെ എവിടുന്ന് ധൈര്യം വരും? പലരും നിശബ്ദത പാലിക്കുന്നത് അവർക്ക് പലതും നഷ്ടപ്പെടാനുള്ളത് കൊണ്ടാണെന്നാണ് അഖിൽ മാരാർ പറയുന്നത്. ദിലീപ് വിഷയത്തിൽ മാധ്യമങ്ങൾ ഭാവിയിൽ മാപ്പ് പറയുമെന്ന് താൻ പറഞ്ഞപ്പോൾ പലരും തന്നോട് എതിർപ്പ് പ്രകടിപ്പിച്ചു. ബിഗ് ബോസിൽ ചില പെൺകുട്ടികൾ അനുഭവിച്ച വിഷയങ്ങളെ കുറിച്ച് താൻ സംസാരിച്ചപ്പോൾ ദിലീപ് വിഷയത്തിൽ താൻ പറഞ്ഞത് എടുത്തുകൊണ്ടുവന്ന് തന്റേത് ഇരട്ടത്താപ്പാണെന്ന് വരെ പലരും പറഞ്ഞു. ദിലീപ് വിഷയം കോടതിയിൽ ഇരിക്കുന്ന കേസ് ആയതുകൊണ്ട് താൻ ഡീറ്റെയിൽ ആയി പറയുന്നില്ല. പക്ഷെ ദിലീപ് എവിടെയാണ് പ്രേക്ഷകർക്ക് മുമ്പിൽ കുറ്റക്കാരനായത്? പൾസർ സുനി എന്ന് പറയുന്നവൻ പോലീസിന് കൊടുത്ത ഒറ്റ മൊഴിക്ക് അപ്പുറത്തേക്ക് കേരളത്തിലെ ജനതയ്ക്ക് എന്ത് ബോധ്യമാണുള്ളത് അയാൾ ഇത് ചെയ്തു എന്നുള്ളതിന്? ഫാബ്രിക്കേറ്റഡ് ആയി കാര്യങ്ങൾ ചെയ്യാൻ കേരള പോലീസിനെ പോലെ കഴിയുന്ന മറ്റൊരു പോലീസ് ഇന്ത്യയിൽ വേറെയില്ല. തന്നോട് നാദൃശ നേരിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. നാദൃശ അമേരിക്കയിൽ നിൽക്കുമ്പോഴാണ് ഇവിടെ ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അന്ന് അദ്ദേഹത്തെ വിളിച്ച് പോലീസ് പറഞ്ഞു, ദിലീപ് വിഷയത്തിൽ നിങ്ങളെ പ്രതിയാക്കുകയാണ്, നിങ്ങളെ ചോദ്യം ചെയ്യണമെന്ന്. ദിലീപ് തന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അവൻ എന്തെങ്കിലും കയ്യബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ ആരെ അറിയിപ്പിച്ചില്ലെങ്കിലും അവൻ അത് തന്നോട് സൂചിപ്പിക്കും. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം അവൻ തന്നോട് പറഞ്ഞിട്ടില്ല എന്നാണ് അന്ന് നാദൃശ പറഞ്ഞത്. ഇത് സ്റ്റേറ്റ്മെന്റ് ആയി കൊടുക്കാൻ അന്ന് പോലീസ് നാദൃശയോട് പറഞ്ഞു. എന്നാൽ ഒരു കയ്യബദ്ധം പറ്റിയിട്ടുണ്ട്, ബാക്കി നീ വരുമ്പോൾ സംസാരിക്കാം എന്ന തരത്തിലേക്ക് അവർ അത് എഴുതി ചേർത്തു. പിന്നീട് കോടതിയിൽ ഇക്കാര്യം നാദൃശ പറഞ്ഞു. ദിലീപ് വിഷയത്തിൽ ദിലീപ് അത് ചെയ്തുവെന്നതിന് പൊതുജനത്തിനുള്ള ബോധ്യം എന്താണ്? മഞ്ജു വാര്യറുമായി ഡിവോഴ്സ് ആയി എന്നതാണോ? കുടുംബജീവിതത്തിൽ പലർക്കും പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും. ഒരു മനുഷ്യന് ഒന്നിലധികം ആളുകളോട് ഇഷ്ടം തോന്നിയേക്കാം. അക്കാര്യത്തിലെല്ലാം നിങ്ങൾക്ക് വിമർശിക്കാം. അതുപോലെ ദിലീപ് പൾസർ സുനിയെ കണ്ടിട്ട് പോലുമില്ല, ഫോട്ടോ പോലും ഫാബ്രിക്കേറ്റഡ് ആണെന്നാണ് അഖിൽ മാരാർ മുമ്പ് പറഞ്ഞത്. മാത്രമല്ല, അസിസ്റ്റന്റ് ഡയറക്ടറായി സിനിമയിൽ വന്ന് മലയാള സിനിമയെ ഏറെക്കുറെ കയ്യിലാക്കത്തക്ക
രീതിയിൽ ബിസിനസ് പ്ലാനുകളും തന്ത്രങ്ങളും അറിയാവുന്ന ഒരു നടൻ 1.5 കോടി രൂപ പൾസർ സുനിക്ക് വാക്ക് പറഞ്ഞിട്ട് 10,000 രൂപ മാത്രം അഡ്വാൻസ് നൽകിയപ്പോൾ അത് വാങ്ങി ഈ പ്രവൃത്തി ചെയ്തുവെങ്കിൽ അവൻ ഗജ ഫ്രോഡല്ലേ എന്നാണ് അഖിൽ മാരാർ ചോദിച്ചത്. അപ്പോൾ അവൻ ആർക്കു വേണ്ടി ഇത് ചെയ്തു, എന്തിന് ദിലീപിന്റെ പേര് പറഞ്ഞുവെന്നതാണ് സത്യത്തിൽ കണ്ടുപിടിക്കേണ്ടതെന്നാണ് അഖിൽ മാരാർ മുൻപ് പറഞ്ഞത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.